ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ നടന്ന കരിങ്കൊടി പ്രതിഷേധത്തിൽ അറസ്റ്റിലായ KSU നേതാക്കളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. വധശ്രമമടക്കം ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ റെയിൽവേ പോലീസിന് ആരോഗ്യമന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്താനായിട്ടില്ല. അതേസമയം മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU നേതാവിന്റെ വീടിന് നേരെയുണ്ടായ ബോംബേറിൽ പ്രതികളെക്കുറിച്ച് സൂചനയില്ലെന്നാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അക്രമത്തിന് പിന്നിൽ CPIM ആണെന്നും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നുമാണ് UDFന്റെ ആരോപണം. പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് UDF നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന കരിങ്കൊടി പ്രതിഷേധത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ KSU നേതാക്കളുടെ ജാമ്യാപേക്ഷ ഇന്നാണ് പരിഗണിക്കുക. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയൊക്കെയാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷയാണ്, KSU നേതാക്കളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുക. വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചു എന്നൊരു കേസിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ഒരു ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുക. വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളൊക്കെയാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ നൽകിയ ജാമ്യാപേക്ഷയിലാണ് കോടതി പോലീസിനോട് ഇപ്പോൾ റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും കേസിൽ റെയിൽവേ പോലീസിന് ആരോഗ്യമന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്താനൊന്നുമായിട്ടില്ല. അതേസമയം മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU നേതാവിന്റെ വീടിന് നേരെ ഉണ്ടായ ബോംബേറിൽ പ്രതികളെക്കുറിച്ച് സൂചനയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെയായിരുന്നു രണ്ടുപേർ ഈ KSU പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞത്. ഈ ഒരു സംഭവത്തിൽ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്നിട്ടും ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. പക്ഷേ ഈ ഒരു പ്രതികൾ ആരാണെന്ന് ഇതുവരെയും പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്നാണ് ഇപ്പോൾ UDFന്റെ ഒരു പ്രധാന വിമർശനം തന്നെ. എന്തായാലും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് UDFന്റെ ആരോപണം. പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് UDF നേതൃത്വം അറിയിച്ചിരിക്കുന്നത്.